നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ CPI ദേശീയ കൗൺസിൽ ഡൽഹിയിൽ തുടരുകയാണ്. കേരളത്തിലെ തിരിച്ചടി ദേശീയ കൗൺസിലിൽ വിശദമായി ചർച്ച ചെയ്യും. PM ശ്രീ ആശാസമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിച്ചത് തെറ്റായ സമീപനം എന്ന് P. സന്തോഷ് കുമാർ MP 24-നോട് പറഞ്ഞു. സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പരാജയവും മറ്റിടങ്ങളിലെ പാർട്ടിയുടെ പ്രകടനവും വിലയിരുത്താനാണ് CPI ദേശീയ കൗൺസിൽ ചേരുന്നത്. തമിഴ്നാട്ടിൽ ഉടലെടുത്ത പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നത്തെ യോഗത്തിലെ പ്രധാന അജണ്ട. തമിഴ്നാട് സർക്കാർ രൂപീകരണത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത ഉടലെടുത്തുവെന്ന് CPI വിലയിരുത്തി. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. Congress also should do serious introspection. Why it is happening? Not only in Tamil Nadu, it is happening in several states. Why it is happening? And Congress, being the larger party, it has to do serious introspection. ചില കാര്യങ്ങളിലെ അവധാനതക്കുറവ് തോൽവിയുടെ ആഘാതം കൂട്ടിയെന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ P. സന്തോഷ് കുമാർ 24-നോട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണകാലത്ത് ചില കാര്യങ്ങൾ കുറച്ചും കൂടെ അവധാനതയോടെ ചെയ്തിരുന്നെങ്കിൽ മെച്ചമായിരുന്നതിന് അഭിപ്രായക്കാരാണ്. പുതിയ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിനും പോകാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പിശകുകളുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ മുഖത്തോടു കൂടി മുന്നോട്ട് പ്രവർത്തിക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പറ്റിയുള്ള ആഴത്തിലുള്ള ചർച്ച നാളെയായിരിക്കും പാർട്ടി ദേശീയ കൗൺസിലിൽ നടക്കുക. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.